അടിപൊളിയായിട്ടുള്ള കുറേ ഗെയിംസും പിന്നെ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ബർത്ത്ഡേ പാർട്ടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്നലെ ആയിരുന്നു ഈ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നത്. രാത്രിയിലാണ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു അടിപൊളി വീഡിയോ കാണാൻ റെഡിയല്ലേ? അച്ചുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണേ. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രിയിൽ ഏട്ടനും ഞാനും അച്ചും ഒരുമിച്ചാണ് കേട്ടോ ബർത്ത്ഡേക്ക് പോകുന്നത്. അപ്പോൾ ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് നമ്മൾ നേരെ പോകുന്നത് DIYയിലോട്ടാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗിഫ്റ്റ് ഐറ്റംസും അതുപോലെ എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ, നല്ല ഒരു റീസണബിൾ റേറ്റിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമേ. ഇതാണ് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഉള്ള കാഴ്ചകൾ കേട്ടോ. ഈ ഒരു ഏരിയ വരുന്നത് നമ്മുടെ ഡോംബുവിലി ഈസ്റ്റിലാണ്. DIYൻ്റെ വിജയ് സെയിൽസിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും കേട്ടോ, ഗാർഡ സർക്കിളിൻ്റെ അടുത്താണ്. അപ്പോൾ ഇവിടെ ക്രിസ്മസിൻ്റെ ഐറ്റംസൊക്കെ ഇതാ വന്നിട്ടുണ്ട്. ക്രിസ്മസ് ഒക്കെ വരാൻ പോവല്ലേ, അപ്പോൾ ഡെക്കറേഷൻ്റെയും ഗിഫ്റ്റിൻ്റെയും ഒക്കെ ഐറ്റംസ് DIYയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കാനും അതുപോലെ തന്നെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനും പറ്റിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു DIYയിലോട്ട് നമ്മൾ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് നമ്മളെ വീട്ടിലോട്ട് വേണ്ടുന്ന ഐറ്റംസ്, കിച്ചണിലോട്ട് വേണ്ടുന്ന ഐറ്റംസ് ആയാലും, നമുക്ക് ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കൊക്കെ വേണ്ടുന്ന ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ, അതുപോലെ സ്റ്റേഷനറി ഐറ്റംസ്, പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ അല്ലേ വീട്ടിൽ, ആർട്ടിഫിഷ്യൽ പ്ലാന്റ് അങ്ങനത്തെ, അതുപോലെ കുട്ടികൾക്ക് വേണ്ടുന്ന ഒട്ടുമിക്ക സാധനങ്ങളും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ ടൈപ്പിലുള്ള പെന്നുകളും പെൻസിലുകളും പിന്നെ അതുപോലെയുള്ള ഇങ്ങനെ സെറ്റായിട്ട് ബോക്സൊക്കെ ആയിട്ടുണ്ടാവാറില്ലേ, അങ്ങനെയൊക്കെ നമ്മൾ ചോയ്സിനനുസരിച്ചിട്ട് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ നമുക്കിങ്ങനെ ബർത്ത്ഡേക്ക്, ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ബർത്ത്ഡേക്ക് കുട്ടികൾക്ക് പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് കേട്ടോ അധികവും. പിന്നെ ഇതൊക്കെ ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ പ്ലാന്റ് ആണെന്ന് തന്നെ തോന്നുന്ന തരത്തിലായിരുന്നേ. പിന്നെ ഇതുപോലെ വെറൈറ്റി ക്ലോക്കുകൾ, നമുക്കിപ്പോൾ ഹൗസ് വാമിങ്ങോ അല്ലെങ്കിൽ ചെറിയ എന്തൊക്കെ ഇങ്ങനെ നമ്മുടെ ഫംഗ്ഷനും അല്ലെങ്കിൽ നമുക്ക് റിലേറ്റീവ്സിനോ കസിൻസിനോ ഒക്കെ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നല്ലതല്ലേ. ഒരുപാട് ചോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ. റേറ്റും റീസണബിൾ ആണേ. ചോയ്സ് ആണ് കേട്ടോ ഇവിടെ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, അതന്നെയാണ് വലിയ കാര്യം. 2 ഫ്ലോറിലായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ നടന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊരു വെറൈറ്റി ഫ്ലവർ പോട്ടാണ്. ചകിരിയില്ലേ നമ്മുടെ തേങ്ങേൻ്റെ, അതിനോണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതൊന്നല്ല ഞാൻ വാങ്ങാൻ വന്നിട്ടുള്ളത്, എന്നാലും എനിക്ക് ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്ക് പൂക്കളും ചെടികളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാന്ത് തന്നെയാണ് കേട്ടോ. ഗാർഡനിങ് ഒക്കെ ആയിരുന്നു എൻ്റെ ഹോബി എന്ന് പറയുന്നത് നാട്ടിലുണ്ടാകുമ്പോൾ. ഇവിടെ ഇപ്പോൾ അങ്ങനെ വലിയ ഗാർഡനിങ് ഒന്നും നടക്കാത്തതുകൊണ്ട് ഇങ്ങനെ പോയിട്ട് കാണുമ്പോഴൊക്കെ കണ്ടിട്ടുള്ളത് ആസ്വദിക്കുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ മെയിനായിട്ടുള്ള ഹോബി എന്ന് പറയുന്നത്. പറഞ്ഞതുപോലെ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ നാട്ടിലായിരുന്നേ. പഠിച്ചതൊക്കെ നാട്ടിലാണ്. ഞാൻ MBA വരെ പഠിച്ചതൊക്കെ നാട്ടിലാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക്, കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 10 വർഷം ആവുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഇതാ ഇവിടെ ടോയ്സിൻ്റെയും ഗെയിംസിൻ്റെ ഒക്കെ സെക്ഷനിലും നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഗിഫ്റ്റ് കൊടുക്കാനല്ലെങ്കിലും നമുക്ക് നമ്മളെ ആവശ്യത്തിനായിട്ടായാലും വാങ്ങിക്കാൻ വേണ്ടി ഒരുപാട് ചോയ്സ് ഇവിടെ ഉണ്ട്. നമ്മുടെ വീട്ടിനൊക്കെ ആവശ്യമായ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഒരു അതായത് ഒരു പെൺകുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ പരിധി നടക്കുന്നത്. അപ്പോൾ ഓരോ ഏരിയയിൽ നിന്നും ഇഷ്ടപ്പെട്ട ഓരോ സാധനങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ബാസ്ക്കറ്റിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ താഴോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാന്ന് കേട്ടോ. ഏകദേശം അവൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കുറച്ച് സാധനങ്ങൾ കിട്ടിയെന്നുള്ള ഒരു സമാധാനത്തിലാണ് ഇറങ്ങിയത്. പിന്നെ നമ്മൾ ഓൾറെഡി ബർത്ത്ഡേക്ക് പോകാൻ വേണ്ടി ലേറ്റായിരുന്നു. അപ്പോൾ ഇനിയും കുറേ സമയം ഇവിടെ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലേറ്റാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ കണ്ട സാധനങ്ങൾ കുറച്ച് എടുത്തിട്ട് വരുവാന്ന് കേട്ടോ ചെയ്തത്. താഴെയാണ് ക്യാഷ് കൗണ്ടർ വരുന്നത്, ബില്ലൊക്കെ പേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അവിടുന്ന് ഞാൻ കുറച്ച് കാഴ്ചകളും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ അവിടെ ലൈൻ നിൽക്കുന്നുണ്ട് ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിതാ പാർട്ടി ഹാളിലെത്തി. ഇവിടെ എത്തിയപ്പോഴുണ്ടല്ലോ ശരിക്കും കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് എൻജോയ് ചെയ്യുന്നത്. കുറേ ഗെയിംസൊക്കെ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. എല്ലാം നല്ല വെറൈറ്റി ഗെയിംസ് ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് എനിക്ക് നാട്ടിൽ നമ്മളെ ഓണപ്പരിപാടിയൊക്കെ ഓർമ്മ വന്നേ. ഓരോ ക്ലബിൻ്റെ അടുത്തും അങ്ങനെ ഓണപ്പരിപാടിക്ക് നമ്മൾ മ്യൂസിക്കൽ ചെയറും അതുപോലെ ലെമൺ സ്പൂണും അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടാവാറില്ലേ, നമ്മളെ ബോട്ടിൽ വെള്ളം നിറക്കുന്ന പരിപാടിയും. ആ ഒരു സ്പിരിറ്റായിരുന്നു കേട്ടോ ഈ ഒരു ഗെയിമൊക്കെ കണ്ടപ്പോൾ. ഈ ഒരു ഗെയിം ഉണ്ടല്ലേ,
ഇതിങ്ങനെ ബലൂണ് വീർപ്പിച്ചിട്ട് ആ ഗ്ലാസ് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ കേട്ടോ വേണ്ടത്. ഇതുണ്ടല്ലേ, ബലൂൺ അതിൻ്റെ അകത്ത് വെക്കും, എന്നിട്ട് അതിങ്ങനെ വീർപ്പിക്കും. അപ്പോൾ ആ ഗ്ലാസ് അവരുടെ കയ്യിലേക്ക് വരും. എന്നിട്ട് അത് നേരെ തിരിച്ച് ബാക്കിലുള്ളവർക്ക് ഇങ്ങനെ കൈമാറണം. ഇതൊരു വെറൈറ്റി ഗെയിമായിരുന്നേ. പിന്നെ ആദ്യം ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മ്യൂസിക്കൽ ചെയർ പോലെ ഇങ്ങനെ പാട്ട് വെക്കും. ആ പാട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ 2 സൈഡിലും ആൾക്കാരിങ്ങനെ ലൈനായിട്ട് നിർത്തിയിട്ടുണ്ടാവേ. എന്നിട്ട് അവർ ഇപ്പം എൻ്റെ കയ്യിലാണ് മാലയില്ലതെങ്കിൽ ഞാൻ എൻ്റെ നേരെ മുന്നിലുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അതിൻ്റെ ക്രോസായിട്ട് നിൽക്കുന്ന 2 സൈഡിലുള്ള ആർക്ക് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓടിപ്പോയി ഇട്ട് കൊടുക്കണം. എന്നിട്ട് പെട്ടെന്ന് പാട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പം ആരുടെ കയ്യിലാണോ മാലയുള്ളത് അവരൗട്ട്. അങ്ങനത്തെ ഒരു ഗെയിമായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷമാണ് ഈ ഒരു ബലൂണിൻ്റെ ഗെയിം ഉണ്ടായത്. കാണാൻ ഈസി ആണെങ്കിലും കളിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം എനിക്കൊന്നും ബലൂണ് ഊതിയിട്ട് കാറ്റ് പോലും വരുന്നുണ്ടായിട്ടില്ലേ. പിന്നെ വേറെ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മോനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിന്, അതുപോലെ തന്നെ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് എനിക്ക് സെക്കൻഡ് കിട്ടിയേ. അതിന് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ആ ഗെയിം ഔട്ടാവുന്നത്. അതായത് നമ്മൾ അത് ഗ്ലാസ് ഇങ്ങനെ എടുക്കുമ്പോൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ പോയി. ഈ ഗെയിമിലാണ് കേട്ടോ എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയത്. ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് കളിച്ചതാണ്. ഇതിങ്ങനെ നമ്മൾ ടേബിളിൻ്റെ മേലെ കണ്ടില്ലേ, ഒരു 7 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ചുറ്റിലുമായിട്ട് ഒരു 8 പേരിങ്ങനെ നടക്കും. പെട്ടെന്ന് പാട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ ടേബിളിൻ്റെ മുകളിൽ നിന്ന് ഗ്ലാസ് എടുക്കണം. അഥവാ ഗ്ലാസ് കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ അവരൗട്ട്. അങ്ങനെയായിരുന്നു കേട്ടോ ഈ ഒരു ഗെയിം. അങ്ങനെ ഇതാണ്ടില്ലേ, എല്ലാവരും അതിൽ ഒരു പേർക്ക് കിട്ടിയിട്ടില്ല, അപ്പോൾ അവരൗട്ടായേ. അങ്ങനെ നടന്ന് അവസാനം എത്തുന്നവർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിമിലാണ് കേട്ടോ എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഓരോരാൾ ഔട്ടാവില്ലേ, അപ്പോൾ അതിന് പകരം കുറേ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഓരോരോ ആൾക്കാർ ഔട്ട് ചെയ്യുമ്പം പകരം പുതിയ ആൾക്കാർ കയറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരാൾ ഔട്ടായ സമയത്താണ് ഞാൻ കയറിയത്. അവസാനം ഞാൻ സെക്കൻഡായിട്ടാണ്. ഇനി കേക്ക് കട്ടിങ്ങും ഫോട്ടോഷൂട്ടൊക്കെയാണ് കേട്ടോ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്, താഷീൻ്റെ ബർത്ത്ഡേ ആണ്. അവളുടെ 10th ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിലുള്ള സൊസൈറ്റിയിലുള്ള എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്തതാണ്. അവളുടെ ഫ്രണ്ട്സും ഫാമിലീസൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇതുപോലെയുള്ള ഒത്തുകൂടലും അതുപോലെ തന്നെ ഗെയിംസൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് അല്ലേ. കൂട്ടത്തിൽ നമുക്കും പരസ്പരം സംസാരിക്കാനും അതുപോലെ ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ അവസരമായിരുന്നു കേട്ടോ. വല്ലപ്പോഴും ഇതുപോലെയുള്ള ഒത്തുകൂടലുകളും ഫംഗ്ഷനൊക്കെ നല്ല കാര്യം തന്നെയാണല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത്. നിങ്ങളുടെയൊക്കെ ആ ഒരു സപ്പോർട്ടാണ് നല്ല നല്ല വീഡിയോസ് ഉണ്ടാക്കാനും നിങ്ങളുടെ മുന്നിൽ നന്നായിട്ട് അവതരിപ്പിക്കാനുള്ള എൻ്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ ഫ്രണ്ട്സും എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഫുഡിൻ്റെ സെക്ഷനിലോട്ട് പോവാന്നേ. കുട്ടികളും എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏട്ടൻ എന്താ പിന്നെ എവിടെ എത്തിക്കഴിഞ്ഞാലും കുട്ടികളെ വലിയ കാര്യമാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാന്നേ. വെജും നോൺ വെജും രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് മെനുവിൽ. അപ്പോൾ ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് കഴിക്കാം. അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ക്യാമറയും ഫുഡിൻ്റെ പ്ലേറ്റും എല്ലാം കയ്യിലായതുകൊണ്ട് തന്നെ ഏട്ടനാണ് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തു തന്നതേ. കാരണം എൻ്റെ ഒരു കയ്യിൽ ക്യാമറയാണ്, ഒരു കയ്യിൽ ഞാനിങ്ങനെ പ്ലേറ്റും പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ വീഡിയോ എടുത്തിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ വീഡിയോ എടുക്കാണ്ടിരുന്നാൽ പിന്നെ അത് മിസ്സാവും. കല്യാണം ആയാലും ഫംഗ്ഷൻ ആയാലും എന്ത് പാർട്ടി ആയാലും നമുക്ക് ഫുഡ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതെന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണാൻ ഒരു രസമല്ലേ. അങ്ങനെ ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു, പിന്നെ റൊട്ടി, നീർദോശ, ചിക്കൻ സുക്ക, പിന്നെ പനീറിൻ്റെ മസാല ഉണ്ടായിരുന്നു, ഗോബി മഞ്ചൂരിയൻ ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കൂടുതൽ ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. ദോശയൊക്കെ ഓരോന്നാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വീട്ടിലോട്ട് പോവാന്നേ. അങ്ങനെ ഞാനത് ആ ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ. എനിക്ക് കിട്ടിയ ഗിഫ്റ്റും അച്ചുമോന് കിട്ടിയ ഗിഫ്റ്റും വന്നിട്ട് ഇത് ആ ബോക്സിൽ കാണുന്നതാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. പക്ഷേ അനിയൻ കറങ്ങാൻ പോയതുകൊണ്ട് അമ്മേൻ്റെ അടുത്ത് ആരും ഇല്ലാത്തതുകൊണ്ട് അച്ചുമോൻ ഇന്നലെ രാത്രി അമ്മേൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാനിത് പിറ്റേ ദിവസമാണ് കേട്ടോ, അതായത് ഇന്നാണ് ഈ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തത്. അമ്മ വന്നിട്ടുണ്ടായിരുന്നു അച്ചുമോനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ ഇപ്പോൾ പൊളിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ ഒരു ഗെയിം പറഞ്ഞില്ലേ, അതിൽ സെക്കൻഡ് പ്രൈസ് ആയിരുന്നേ.
അപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചെറിയ 2 ഗ്ലാസിൻ്റെ ഡബ്ബകളായിരുന്നു കേട്ടോ. അതായത് നമുക്ക് എനിക്ക് ഭയങ്കര കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. ഗ്ലാസിൻ്റേത് ഇതുപോലെ നല്ല അടിപൊളി നല്ല ടൈറ്റ് ആയിട്ടുള്ള മൂടിയൊക്കെ ആയിട്ട് നല്ല 2 കുപ്പികളാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായത്. ഇത് നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഈ മസാലപ്പൊടികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം. അതിൽ കാണാനും നല്ല ഭംഗിയുണ്ടല്ലോ. ഇതാണ് അച്ചുമോന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ്. നല്ല അടിപൊളി ഒരു ഫയലാണ്. ഇതിൽ കുറേ ഫോൾഡറൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറേ ഐറ്റംസൊക്കെ അതിലിട്ട് വെക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉപകാരമുള്ളതാണ്. പ്രൊജക്റ്റും അസൈൻമെൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് വെക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് കിട്ടിയ ഗിഫ്റ്റ്. അപ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.